ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫ്ലവേഴ്സും ബീഡ്സും വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ബ്രൂച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ ബ്രൂച്ച് ഒരു കുഞ്ഞു വാവയ്ക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറിയ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെ ഹെയർ ബോ വയ്ക്കുന്നത് പോലെ വെച്ചിട്ട് രണ്ട് സൈഡിലും റിബൺ വെച്ച് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ആ ഒരു റിബൺ ബാക്കിലോട്ട് അങ്ങ് കെട്ടിക്കൊടുത്താൽ മതി. വലിയവർക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രൂച്ചിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു മെറ്റീരിയൽസ് എവിടെ നിന്നാണ് കിട്ടുക, അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഡൗട്ട് എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത് രണ്ട് ടൈപ്പ് ഗിയർ വയറാണ്. ഒന്ന് 3mm ഒന്ന് 4mm കേട്ടോ. ഇത് നമുക്ക് ബട്ടൺ ഹൗസിൽ വാങ്ങാൻ കിട്ടും. പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള ബീഡ്സ് ആണ്. ഇതൊരു ഓഫ് വൈറ്റ് ബീഡ്സ് ആണ് കേട്ടോ. ഇതും നമുക്ക് ബട്ടൺ ഹൗസ് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടും. അടുത്തത് ഈ ഒരു ബീഡിൻ്റെ കുറച്ചും കൂടെ വലിയ സൈസാണ് കേട്ടോ. ഇതും ഓഫ് വൈറ്റ് കളറാണ് വരുന്നത്. ഇതും നമുക്ക് ബട്ടൺ ഹൗസ് ക്രാഫ്റ്റ് ഷോപ്പിലെല്ലാം വാങ്ങാൻ കിട്ടും. ഇനി അടുത്ത് വേണ്ടത് ഇതുപോലെയുള്ള ഷുഗർ ബീഡ്സ് ആണ്. ഇത് വന്നിട്ട് ഗോൾഡൻ കളറാണ് കേട്ടോ. ഇതും നമുക്ക് ബട്ടൺ ഹൗസ് ക്രാഫ്റ്റ് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. 10 രൂപ മുതൽ കിട്ടുന്നതാണ് കേട്ടോ. ഇനി അടുത്ത് വേണ്ടത് ഇതുപോലെയുള്ള ഫ്ലവർ ബീഡ്സ് ആണ്. ഇതും വന്നിട്ട് ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ. നല്ല ഗ്ലേസിങ് വന്നിട്ടുള്ളതാണ്. ഇനി വന്നിട്ട് ഈ ഒരു 3mm ഗിയർ വയർ എടുക്കുക. അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഈ കാണുന്ന കമ്പിയിൽ ഈ ഒരു ബീഡ്സ് ഓരോന്നായിട്ട് കോർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ബീഡ് കോർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ വേണം കേട്ടോ പിരിച്ചു കൊടുക്കാനായിട്ട്. അത്യാവശ്യം നീളത്തിന് വേണം കേട്ടോ പിരിച്ചു കൊടുക്കാനായിട്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള കമ്പിയിൽ വീണ്ടും ഒരു ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു കമ്പിയിൽ വീണ്ടും ഒരു ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും കേട്ടോ. ഇനി ആ ബാലൻസ് വരുന്ന ആ ഒരു 2 കമ്പി ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി വീണ്ടും ആ ഒരു ബാലൻസ് വരുന്ന കമ്പിയിൽ ഒരു ബീഡും കൂടെ കോർത്ത് കൊടുക്കുക. അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ വീണ്ടും ഒരു ബീഡ് കോർത്ത് കൊടുക്കുക. അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി താഴെ കാണുന്ന ആ ഒരു 2 കമ്പി ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആ ബാലൻസ് വരുന്ന കമ്പിയിൽ വലിയ ടൈപ്പ് ബീഡ് കോർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ 2 ടൈപ്പ് ബീഡുകളാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് കുഞ്ഞ് സൈസും ഒന്ന് വലിയ സൈസും. അപ്പോൾ കുഞ്ഞ് സൈസ് കഴിഞ്ഞിട്ടുണ്ട്, കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വലിയ സൈസുള്ള ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ബീഡും കൂടെ കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി ആ ബാലൻസ് വരുന്ന കമ്പി ഇതുപോലെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് നമ്മളൊരു ബീഡും കൂടെ കോർത്ത് കൊടുക്കുകയാണ്, വലിയ ബീഡ്. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി ലാസ്റ്റ് ആ കാണുന്ന 2 കമ്പി ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പാർട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാലൻസ് വരുന്ന ഒരു കമ്പി കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ഫസ്റ്റത്തെ പാർട്ട്. അപ്പോൾ ഈ ഒരു പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ ബ്രൂച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 5-6 അധികം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത്രയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇനി അടുത്തത് ഈ ഒരു ഫ്ലവർ വെച്ചിട്ടുള്ള പാർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമ്മൾ 3mm ഗിയർ വയറാണ് എടുക്കുന്നത്. ആദ്യം ഫ്ലവർ ബീഡ് കോർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വൈറ്റ് ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം ആ ഒരു കമ്പിയുടെ അറ്റം കോർത്തതിന് ശേഷം ആ ഒരു താഴെ കാണുന്ന കമ്പിയിൽ ഈ ഒരു ഷുഗർ ബീഡ് ഒരെണ്ണം മതി കേട്ടോ, ഒറ്റ മതി, അത് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ. ഇനി ആ ബാലൻസ് വരുന്ന കമ്പിയിൽ വീണ്ടും ഒരു ഫ്ലവർ ബീഡ് കോർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു വൈറ്റ് ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു ഷുഗർ ബീഡും കൂടെ കോർത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അപ്പോൾ പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല വൃത്തിയിൽ വേണം കേട്ടോ പിരിച്ചു കൊടുക്കാനായിട്ട്. ഇനി ആ ബാലൻസ് വരുന്ന 2 കമ്പിയും കൂടെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മളുടെ ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാർട്ടുകൾ അത്യാവശ്യം വേണം കേട്ടോ ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്ക് ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് 4mm ഗിയർ വയറാണ്. അതൊരു 20 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 25 സെൻറ്റിമീറ്റർ എടുത്തിട്ട് അതിൻ്റെ അറ്റം പിടിച്ചിട്ട് ഇതുപോലെ വളച്ച് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും നമ്മൾ ഈ ഒരു കമ്പിയിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ബീഡ്സിൻ്റെ പാർട്ട് ഇതുപോലെ നേരെ വെക്കുക. എന്നിട്ട് അത് നന്നായിട്ട് അങ്ങ് ചുറ്റി കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു ഫ്ലവർ ബീഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക.
ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു വലിയ ബീഡ് കോർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെയായിട്ട് ഈ ഒരു ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പാർട്ടും കൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വലിയ ബീഡ്സ് 2 എണ്ണം കോർത്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു ഫ്ലവർ ബീഡ് ഇങ്ങനെ കോർത്ത് കൊടുക്കുക. അപ്പോൾ കോർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ ചേർത്ത് വേണം പിരിച്ചു കൊടുക്കാനായിട്ട്. എന്നാൽ വലിയ ഗ്യാപ്പും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും ഇതുപോലെ മാറി മാറി അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പാർട്ടുകൾ ഉണ്ടാക്കാൻ കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. അപ്പം ഈ ഒരു മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു കുഞ്ഞു വൈറ്റ് ബീഡ്, അതൊരു ഓഫ് വൈറ്റ് ബീഡാണ് കേട്ടോ. അതൊരു പാക്കറ്റായിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഒരു പാക്കറ്റിന് 60 രൂപയാണ് കേട്ടോ. അടുത്ത വന്നിട്ട് ആ ഒരു വലിയ ഓഫ് വൈറ്റ് ബീഡാണ്. അതും ഞാൻ 60 രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതേ നമ്മളുടെ ബ്രൂച്ചിൻ്റെ ഫസ്റ്റത്തെ പാർട്ട് റെഡി ആയിട്ടുണ്ട്. സെക്കൻഡ് വണ്ണ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബ്രൂച്ചിൻ്റെ 2 പാർട്ടുകൾ. അപ്പോൾ ഈ ഒരു 2 പാർട്ടും കൂടെ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ഒന്നിങ്ങനെ പിരിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു 2 എണ്ണം കൂടെ ഇങ്ങനെ ക്രോസിന് വെച്ചിട്ട് ആ ഒരു 2 കമ്പി ഇതുപോലെ ഇങ്ങനെ പിരിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ ആ ഒരു കമ്പി പിരിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് അങ്ങ് കെട്ടി കൊടുക്കുകയാണേ. അപ്പോൾ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും കേട്ടോ. നല്ല വൃത്തിയിൽ വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി ആ ഒരു നടുക്ക് ഭാഗത്ത് കുറച്ച് ഫ്ലവേഴ്സ് വെക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു ഫ്ലവേഴ്സ് എങ്ങനെയാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ ഒരു 3-4 ഫ്ലവേഴ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇനി ആ നടുക്ക് ഭാഗത്തായിട്ട് ഈ ഒരു ഫ്ലവർ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ അടിപൊളിയായിട്ടുള്ള ഹെയർ ബ്രൂച്ച് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് കൊച്ചു പിള്ളേർക്ക് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് 1 വയസ്സുള്ള കുഞ്ഞു വാവയ്ക്കാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ബട്ടൺ ഹൗസിലും ക്രാഫ്റ്റ് ഷോപ്പിലും വാങ്ങാൻ കിട്ടുന്നതാണ്. പിന്നെ ഈ ഒരു ഗിയർ വയറിൻ്റെ റേറ്റ് വന്നിട്ട് 55 രൂപയാണ് കേട്ടോ. അപ്പം ബ്രൂച്ച് ഉണ്ടാക്കുമ്പോൾ 2 ടൈപ്പ് ഗിയർ വയറാണ് നമുക്ക് വേണ്ടത്. 3mm വേണം, 4mm വേണം കേട്ടോ. അപ്പം വാങ്ങുമ്പോൾ 2 ടൈപ്പ് ഗിയർ വയർ വാങ്ങാൻ ശ്രമിക്കുക. അപ്പം 3mm മാത്രം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കിട്ടില്ല കേട്ടോ. ഇത്ര ഭംഗിയായിട്ട് കിട്ടില്ല. 3mm മാത്രം ഉണ്ടാക്കുമ്പോൾ ആ ഒരു ബ്രൂച്ച് ഇങ്ങനെ പിരിഞ്ഞു പോവും. അപ്പോൾ 4 വാങ്ങാതിരിക്കരുത്, 4ഉം വാങ്ങാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.